ഗൾഫ് മേഖലയിൽ മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാർ വലിയ രീതിയിൽ തൊഴിൽ തേടിയെത്തുന്ന രാജ്യമാണ് ഒമാൻ. എന്നാൽ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന ചില വാർത്തകൾ പ്രവാസികൾക്ക് ഒട്ടും ആശ്വാസമല്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അടുത്ത 6 മാസത്തേക്ക് രാജ്യത്തെ തിരഞ്ഞെടുത്ത തൊഴിൽ മേഖലകളിൽ പ്രവാസികൾക്ക് വിസ അനുവദിക്കേണ്ട എന്നാണ് ഒമാൻ തൊഴിൽ മന്ത്രാലയത്തിന്റെ തീരുമാനം. താൽക്കാലിക നിയന്ത്രണമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തൊഴിൽ വിപണിയെ നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കത്തിലാണ് മന്ത്രാലയത്തിന്റെ ഈ പുതിയ തീരുമാനം. സെപ്റ്റംബർ 1 മുതൽ തീരുമാനം നിലവിൽ വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അടുത്ത 6 മാസ കാലത്തേക്കാകും നിയന്ത്രണങ്ങൾ നിലവിലുണ്ടാകുക. സ്വകാര്യ മേഖലയിലെ സുപ്രധാന വിഭാഗങ്ങളിൽ ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിയന്ത്രണം ബാധിക്കുന്ന തൊഴിലുകളിൽ സാധാരണ നിർമ്മാണ തൊഴിലാളികൾ, കെട്ടിടങ്ങളിലെ ശുചീകരണ തൊഴിലാളികൾ, കയറ്റിറക്ക തൊഴിലാളികൾ, കെട്ടുതൊഴിലാളികൾ, സ്റ്റീൽ ഫിക്സർമാർ, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വസ്ത്രങ്ങളിൽ വൈദഗ്ധ്യമുള്ള തയ്യൽക്കാർ, ജനറൽ ഇലക്ട്രീഷ്യന്മാർ, വെയിറ്റർമാർ, പെയിന്റർമാർ, പാചകക്കാർ, ഹോം ഇൻസ്റ്റാളേഷൻ ഇലക്ട്രീഷ്യന്മാർ, ബാർബർ എന്നിവർ ഉൾപ്പെടുന്നു. നിയന്ത്രണം പുതിയ വിസകൾ അനുവദിക്കുന്നതിൽ മാത്രമായിരിക്കും. നിലവിൽ ഒമാനിലുള്ള ഒമാനി ഇതര തൊഴിലാളികളുടെ സേവനങ്ങൾ പുതുക്കുന്നതിനോ കൈമാറുന്നതിനോ ഉള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ തടസ്സങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല. തൊഴിൽ വിപണിയിലെ ആവശ്യകത മനസ്സിലാക്കിയെടുത്ത തീരുമാനമാണിതെന്നും പൊതുജന താൽപര്യാർത്ഥമാണ് നടപടി സ്വീകരിച്ചതെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. സർക്കാർ നിർദ്ദേശിച്ച സ്വദേശീവൽക്കരണ തോത് പാലിക്കാത്ത സ്വകാര്യ സ്ഥാപനങ്ങളുമായി രാജ്യത്തിന്റെ ഭരണ യൂണിറ്റുകളും സർക്കാർ കമ്പനികളും ഒരു ഇടപാടും നടത്തില്ലെന്നും തൊഴിൽ മന്ത്രാലയം ഉത്തരവിൽ പറയുന്നുണ്ട്. അതോടൊപ്പം എല്ലാ സ്വകാര്യ കമ്പനികളും ആവശ്യമായ തൊഴിൽ നിലവാരം ഉണ്ടാക്കിയെന്നും സർക്കാർ ആവശ്യപ്പെട്ട സ്വദേശീവൽക്കരണ തോത് നടപ്പാക്കിയെന്നും കാണിക്കുന്ന ഇലക്ട്രോണിക് സർട്ടിഫിക്കറ്റും നേടിയിരിക്കണം. പുതിയ ഉത്തരവ് നടപ്പിൽ വരുത്താത്ത കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ നടപടിയുണ്ടാകും. നേരത്തെ സ്വകാര്യ മേഖലയിൽ ഒമാൻ പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി 30 പുതിയ തൊഴിൽ മേഖലകളിൽ കൂടി സമ്പൂർണ്ണ സ്വദേശീവൽക്കരണം നടപ്പിലാക്കാൻ ഒമാൻ തൊഴിൽ മന്ത്രാലയം ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. അതിന്റെ ആദ്യപടിയാണോ പുതിയ നിയന്ത്രണം എന്നാണ് പലരും ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം. ഗതാഗതം, ലോജിസ്റ്റിക്സ്, കമ്മ്യൂണിക്കേഷൻസ്, IT എന്നീ മേഖലകളിൽ ഘട്ടം ഘട്ടമായി സമ്പൂർണ്ണ സ്വദേശീവൽക്കരണം നടപ്പിലാക്കാനാണ് ഒമാന്റെ തീരുമാനമെന്നാണ് മുൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് വൻ തിരിച്ചടിയാകും ഈ തീരുമാനമെന്നും ഉറപ്പാണ്. നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന വിസാ നിയന്ത്രണം 6 മാസം കൊണ്ട് അവസാനിപ്പിക്കാതെ പൂർണ്ണമായും സ്വദേശീവൽക്കരണം എന്ന നയത്തിലേക്ക് ഒമാൻ മാറുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. 2027ഓടെ കൂടുതൽ മേഖലകളിലേക്ക് സമ്പൂർണ്ണ സ്വദേശീവൽക്കരണം നടപ്പാക്കുകയാണ് ഒമാന്റെ ലക്ഷ്യം. ഇതിലേക്ക് ഒരു പടി കൂടി അടുപ്പിക്കുന്നതാണ് പുതിയ തീരുമാനമെന്ന് നിസ്സംശയം പറയാം. ഇതോടെ പ്രവാസി സമൂഹം കടുത്ത ആശങ്കയിലാണ്.